Acceleration due to gravity is independent of mass, which means same height in the രണ്ട് different weight object drop ചെയ്തു കഴിഞ്ഞാൽ താഴേക്ക് ഒരുപോലെ വീഴും. സംശയമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. അയ്യോ, അവിടെ എന്ത് പറ്റി? രണ്ടുപേരും രണ്ട് സമയത്താണല്ലോ വന്നത്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓൺലി വെൻ ദ ഒബ്ജെക്ട് ഈസ് ഇൻ ഫ്രീ ഫോൾ. സെയിം എക്സ്പെരിമെന്റ് നമുക്ക് ഒരേ മാസിൽ രണ്ട് പേപ്പർ വെച്ച് നോക്കിയാലോ? റെഡി? യെസ്, രണ്ടുപേരും ഒരുപോലെ ഒരേ സമയത്ത് വീണു. സോ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ വില്ലനായി വന്നത് വെയിറ്റ് അല്ല, അവിടുത്തെ എയർ ഡ്രാഗ് ആണ്. നമുക്ക് എയർ ഡ്രാഗിനെ പറ്റിച്ചാലോ? ഇപ്പോൾ രണ്ടുപേരുടെയും മാസ് സെയിം ആണ്, നമ്മൾ ഒരേ ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ആദ്യം ആരെത്തും നോക്കിയാലോ? ആദ്യം നമ്മുടെ ചുരുട്ടിയ പേപ്പർ എത്തും. കാരണം എന്താണ്? ചുരുട്ടിയപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിൽ അനുഭവപ്പെട്ട എഫക്റ്റീവ് എയർ ഡ്രാഗ് കുറവായിരുന്നു. സോ എയർ ഡ്രാഗ് കുറവായിട്ടുള്ള പേപ്പർ ആദ്യമേ. എയർ ഡ്രാഗിൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് ഈ ബുക്ക് വെച്ച് ഒന്നുകൂടി ചെയ്താലോ? സോ ഇവിടെ നമ്മൾ ചെയ്യുന്നു, ഈ പേപ്പർ എടുത്തിട്ട് ബുക്കിൻ്റെ മുകളിൽ വെക്കും. മക്കളെ, ആദ്യം ആര് താഴെ വീഴും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബുക്ക് താഴെ വീഴും, അതിനുശേഷം പേപ്പർ വീഴും അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടുപേരും ഒപ്പം എത്തി. എന്തായിരിക്കാം കാരണം? ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ പേപ്പർ വെച്ചത് ബുക്കിൻ്റെ മുകളിലാണ്. സോ ഈ പേപ്പറിന് എയർ ഡ്രാഗ് ഉണ്ടോ? ഇല്ല. ആ എയർ ഡ്രാഗ് മൊത്തത്തിൽ ആരും ഒഴിവാക്കി കൊടുത്തു? നമ്മുടെ ബുക്ക് ഒഴിവാക്കി കൊടുത്തു. സോ പേപ്പറിന് കൂളായിട്ട് താഴേക്ക് പോരാൻ പറ്റി, രണ്ടുപേരും ഒരുമിച്ച്. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓൺലി വെൻ ദ ഒബ്ജെക്ട് ഈസ് ഇൻ ഫ്രീ ഫോൾ. ക്ലിയർ അല്ലേ? യെസ്. സോ എന്താണ് ഫ്രീ ഫോൾ? ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ മാത്രം ഇൻഫ്ലുവൻസിൽ താഴേക്ക് വീഴുകയാണെങ്കിൽ, വേറെ ഒരു ഫോഴ്സും ഇല്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നെങ്കിൽ, ദാറ്റ് ഫോൾ ഈസ് കോൾഡ് ഫ്രീ ഫോൾ. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു.